ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പറമ്പത്താവിൽ വേലയൊക്കെ കഴിഞ്ഞ് പിന്നെ കളമ്പാട്ട് ആരംഭിച്ചിട്ടുണ്ട്. 41 ദിവസത്തെ കളമ്പാട്ടാണ് ഉണ്ടാവാറ്. അപ്പോൾ അതിന് വേണ്ടി അമ്പലത്തിൽ പോകാനും താളെടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഒരു ദിവസത്തിന് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് അമ്മയുടെ വീട്ടിലേക്ക് വന്നതാണ്. എല്ലാവരും ഉണ്ട്, മേമയൊക്കെ വന്നിട്ടുണ്ട്, എൻ്റെ അമ്മയും അനിയത്തിയൊന്നുമില്ല. അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും റെഡിയായിട്ട് അനുണ്ട്, ആദിയുണ്ട്, പിന്നെ മേമയും ഞാനും അമ്മുവൊക്കെ കൂടി അമ്പലത്തിലോട്ട് പോവാണ്. ഒരു 5:30, 5:45, 6 മണി ആവാറായിട്ടുണ്ടായിരിക്കും. അമ്പലത്തിലെത്തി തൊഴുതുകൊണ്ടിരിക്കുന്നത് ദീപാരാധനയ്ക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ തൊഴലൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പുറത്ത് നമ്മൾ പ്രദക്ഷിണ വയ്ക്കണ്ടായി. ഇതാണ് ഞങ്ങളുടെ വീട്, അതായത് അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ്. അങ്ങനെ ഞങ്ങൾ പഴയ കുറേ കഥകളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പണ്ട്, അതായത് ഞാൻ ചെറിയ കുട്ടിയൊക്കെ ആകുമ്പോൾ, ഇപ്പോൾ പിന്നെ ഓരോരോ തിരക്കായതുകൊണ്ടാണ് വരാത്തത്. മറ്റേത് ഈ പാട്ടുകാലത്ത് വന്നിട്ട് കുറേ ദിവസം താലൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ എല്ലാ വർഷവും ഒരു താലെങ്കിലും മുടങ്ങാതെ എടുക്കാൻ നോക്കാറുണ്ട്. അല്ലാതെ കുറേ ദിവസമൊന്നും എടുക്കാൻ സാധിക്കാറില്ല. നമുക്ക് ഓരോ തിരക്കായിട്ട് ഇങ്ങനെ, അതായത് അപ്പോൾ ഇന്ന് താലെടുക്കുക എന്നുള്ളൊരു ഇതിൽ വന്നതാണ്. അങ്ങനെ പിന്നെ തൊഴുത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. വീട്ടിലെത്തിയപ്പോൾ അമ്മമ്മ കാത്തിരിക്കുന്നുണ്ട്. പിന്നെ കാവിൽ തൊഴാൻ പോകണം. രാവിലെ പോയിട്ടില്ല. പിന്നെ അമ്മമ്മയ്ക്ക് ഒറ്റയ്ക്ക് പോകാനും വയ്യ, അപ്പോൾ ആരെങ്കിലും കൊണ്ടുപോകണമല്ലോ. പിന്നെ രാവിലെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടും വെയിലൊക്കെ അല്ലേ. അപ്പോൾ ഞങ്ങൾ രാത്രി പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കാവിലെത്തി. അവിടെ പെട്ടെന്ന് തൊഴുതു കഴിഞ്ഞു. വലിയ തിരക്കൊന്നുമില്ല, എന്നാൽ കുറച്ചൊക്കെ ഉണ്ട്. പാട്ടും കാലത്ത് പിന്നെ രാത്രിയും കാവ് തുറക്കാറുണ്ട്. അപ്പം രാത്രി പോയി തൊഴുതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് വീട്ടിലേക്ക് പോവാണ്. കാരണം വീട്ടിലെത്തിയിട്ട് പിന്നെ താലത്തിനുള്ളതൊക്കെ റെഡിയാക്കണം, അതൊക്കെ വിചാരിച്ചിട്ട് പെട്ടെന്ന് പോവാം. അങ്ങനെ വീട്ടിലെത്തി. ഭയങ്കര ചൂടായിരുന്നു, അതാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല ചൂടാണെന്ന്. ഒന്നാമത് ഈ ധാവണി കൊണ്ടുകൊണ്ട് അധിക ചൂടുണ്ടായിരുന്നു. അങ്ങനെ ആ സമയമാകുമ്പോഴത്തേന് ഞങ്ങൾ ഈ പാട്ടുംകാലത്തുള്ളൊരു വഴിപാടാണ് മരളി. ഇത് കണ്ടോ, ഇതിങ്ങനെ ഒരു കലത്തിൽ നേദ്യം. ഇത് പാട്ടുംകാലത്ത് മാത്രം ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വകയായിരുന്നു ഈ വഴിപാട്. അപ്പോൾ അത് മേമയുടെ മോനോട് പോയി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് അമ്പലത്തിൽ നല്ല തായമ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അമ്പലത്തേക്ക് പോയിട്ട് അത് വീട്ടിൽ നിന്ന് തന്നെ എടുത്ത ഒരു വീഡിയോ ക്ലിപ്പാണ്. പിന്നെ അതുപോലെ തന്നെ ആ സമയത്ത് തന്നെ നമ്മുടെ ഗ്രൗണ്ടിൽ ചവിട്ടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഈ കാലത്ത് മാത്രം ഉണ്ടാകുന്നതാണ് ഈ ചവിട്ടുകൾ. പിന്നെ മേമ ഞങ്ങൾക്ക് താലെടുക്കാൻ പോകാനുള്ള താലൊക്കെ റെഡിയാകൊണ്ടിരിക്കുകയാണ്. ഈ തായമ്പൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് താലെടുക്കാൻ പോകാൻ. പിന്നെ ഇതാണ് എൻ്റെ അമ്മുക്കുട്ടി. ഞാൻ അങ്ങനെ വീഡിയോ എടുക്കണേന് ഇന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഫുൾ ടൈം വീഡിയോ എടുത്ത് നടക്കുകയാണ്. അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചൂടെ എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് എല്ലാവരും താലെടുക്കാൻ പോകാനായോ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ താലൊക്കെ റെഡിയാക്കി സെറ്റാക്കി ഞങ്ങൾ പോയി. പിന്നെ താലെടുക്കേണ്ടതൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല, കാരണം ഞങ്ങളെല്ലാവരും താലെടുക്കുമായിരുന്നല്ലോ. അപ്പോൾ ചെറുതായിട്ട് അവിടുത്തെ ഇതെടുത്തിട്ടുണ്ട്. പിന്നെ ഈ താലെടുത്തിട്ട് ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വേണം വരാൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ വീട്ടിലെത്തിയിട്ട് ഒരു 11:45 ഉണ്ടാവും. പിന്നെ നമ്മളെ പ്രസാദം ഉണ്ടായിരുന്നല്ലോ, മരളി കഴിച്ചത്. അപ്പോൾ ആ നിവേദ്യം കഴിക്കണം. അതിലേക്ക് തൈരും അച്ചാറൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അത്രയേ ഉള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കിടക്കാൻ പോവാണ്. 12 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.